രാജ്യത്ത് തന്നെ ആദ്യത്തെ വനിതാ ക്രെയിൻ ഓപ്പറേറ്റർമാർ പ്രവർത്തിക്കുന്ന തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്നുള്ളത് എല്ലാവർക്കും ഒരുപാട് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അതും നിലവിലുള്ളവരിൽ 7 പേർ വിഴിഞ്ഞം പ്രദേശത്ത് നിന്ന് തന്നെയുള്ള കുട്ടികളാണ്. അത്രയും വലിയ കണ്ടെയ്നറുകൾ നമ്മൾ ഈ പറയുന്ന ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ക്രെയിനുകൾ വഴി അതിനെ പൊക്കി ഒരു ട്രക്കിൽ വെച്ച് അത് വീണ്ടും നമ്മുടെ യാർഡിൽ കൊണ്ടുവന്ന് അത് തിരിച്ച് മറ്റൊരു കപ്പലിലേക്ക് തിരിച്ചയച്ചെന്നൊക്കെ പറയുന്ന ആ പ്രക്രിയ ശരിക്കും വളരെ സങ്കീർണമായിട്ടുള്ളൊരു പ്രക്രിയയാണ്. അപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു തെറ്റ് പറ്റി എന്നുണ്ടെങ്കിൽ, അതായത് കണ്ടെയ്നർ നമ്പർ ഇപ്പം 8C ആണ് എടുക്കേണ്ടത്, പക്ഷെ അതിന് പകരം 8F ആണ് എടുത്തത് എന്നുണ്ടെങ്കിൽ ഈ പ്രക്രിയ മൊത്തം നമ്മൾ വീണ്ടും ചെയ്യുക എന്ന് പറയുന്നത് അത്രയും സമയം അവർക്ക് നഷ്ടമാണ്. അപ്പോൾ ഈ എറർ ഫ്രീ ആയിട്ടുള്ള ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് അവർക്ക് വളരെ പ്രധാനമാണ്. അതിന് നമ്മൾ ഏറ്റവും നൂതനമായിട്ടുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ രാജ്യത്ത് തന്നെ ആദ്യത്തെ വനിതാ ക്രെയിൻ ഓപ്പറേറ്റർമാർ പ്രവർത്തിക്കുന്ന തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്നുള്ളത് എല്ലാവർക്കും ഒരുപാട് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അതും നിലവിലുള്ളവരിൽ 7 പേർ വിഴിഞ്ഞം പ്രദേശത്ത് നിന്ന് തന്നെയുള്ള കുട്ടികളാണ്. അപ്പോൾ അവർക്ക് നമ്മൾ പ്രത്യേക പരിശീലനം നൽകി അവരിപ്പോൾ ഇന്ത്യ മാരിടൈം വീക്കിൽ ബോംബെയിലും ദേശീയ തലത്തിലും ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അവർക്കൊരു എക്സ്പോഷറൊക്കെ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ആ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് തുറമുഖത്തിൻ്റെ ഈ പറയുന്ന മികവാർന്ന ഒരു പ്രവർത്തനക്ഷമതയ്ക്ക് മാത്രമല്ല, പക്ഷേ നമ്മുടെ ജനതയുടെയും പ്രദേശവാസികളുടെയും ഒക്കെ അവരെല്ലാവരെയും ഉൾച്ചേർത്തുകൊണ്ട് നമ്മളവിടെ ആ ഒരു വികസനത്തിനൊരു പുതിയ മാതൃക തീർക്കുകയാണെന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും അധികം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു കാര്യം എന്നുള്ളത്.